MB അബ്ദുൾ റഷീദിൻ്റെ എൻ്റെ ഗ്രാമം എന്ന കവിതയുടെ ഏതാനും വരികളാണ് ഞാനിവിടെ പാടാൻ പോകുന്നത്. മകരമാസത്തിൻ്റെ മഞ്ഞിൽ വിരിയുന്ന പൂക്കളെ കാണുവാൻ എന്തു ഭംഗി, കലപിലാ ശബ്ദമായി നിദ്രയുണർത്തുന്ന കിളികളെ കാണുവാൻ എന്തു ഭംഗി. കുന്നും മലകളും പാടങ്ങളുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണെൻ്റെ ഗ്രാമം. ടാറിട്ട റോഡില്ല, വൈദ്യുതിയുമില്ല, ഓലയാൽ മേഞ്ഞുള്ള കൂരകളും. നിദ്രയുണർന്നു ഞാൻ നേരെ നടന്നല്ലോ ആ കൊച്ചു പാടവരമ്പിലൂടെ. മകരമാസത്തിൻ്റെ മഞ്ഞിൻ കണങ്ങളെ മുത്തുപോൽ തഴുകിയ പുല്ലിലൂടെ. ഞാറു പറിക്കുന്ന പെണ്ണുങ്ങളുണ്ടങ്ങ്, ഉഴുതു മറിക്കുന്നൊരാണുങ്ങളും. കർഷക പാട്ടിൻ്റെ ആ നല്ല വരികളാൽ എൻ്റെ മനസ്സിനെ തൊട്ടുണർത്തി. വിദ്യാലയങ്ങൾക്കവധിയുണ്ടാകുമ്പോൾ കുട്ടികൾ തെരുവിൽ നിരന്നു നിന്നു. ബാലികാ ബാലന്മാരൊന്നായി നിരന്നു ഗ്രാമത്തിന് ഐശ്വര്യദീപം പോലെ. മീനു പിടിച്ചതും തുമ്പി പിടിച്ചതും ചെളിയിൽ കളിച്ചതും ഓർമ്മ തന്നെ. പുളിയും മാങ്ങയും പങ്കിട്ടു തിന്നതും ബാല്യകാലത്തിൻ്റെ സ്മരണ തന്നെ. മീനു പിടിച്ചതും തുമ്പി പിടിച്ചതും ചെളിയിൽ കളിച്ചതും ഓർമ്മ തന്നെ. പുളിയും മാങ്ങയും പങ്കിട്ടു തിന്നതും ബാല്യകാലത്തിൻ്റെ സ്മരണ തന്നെ. കുന്നിലെ മരമില്ല, പാടങ്ങളിൽ നിന്ന് ഉഴുതോ മറിയില്ല, പാട്ടുമില്ല. ഗ്രാമത്തിന് ഐശ്വര്യദീപമായി നിന്ന ബാലികാ ബാലന്മാരെങ്ങുമില്ല. കാലികൾ നിൽക്കും തൊഴുത്തുകൾ പോലുമിന്നോലയാലെങ്ങും അവശേഷമില്ല. കർഷകപ്പാട്ടില്ല, കർഷകരുമില്ല, എന്തൊരു ദുർവിധി ലോകനാഥ. വൈദ്യുതിയുണ്ടിന്ന്, കേബിളും ഫോണും, കുട്ടി ഫോണിൻ്റെ ടവറുകളും. സൗഭാഗ്യമിങ്ങനെ ചേർന്നു നിന്നിട്ടും എന്തേ ഇന്നാർക്കും സമയമില്ല, എന്തേ ഇന്നാർക്കും സമയമില്ല.